നമസ്കാരം. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം ഈ ലോകത്തുണ്ട്. മാത്രമല്ല, ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള കഴിവുകൾ, എക്സ്പീരിയൻസ്, പ്രശ്നങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത, നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത, നിങ്ങളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യണം അതേക്കുറിച്ചാണ്. ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ആ സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പെരുമാറണം അതും പ്രധാനമാണ്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കുറച്ചൊരു അംഗീകാരം വേണം, അല്ലെങ്കിൽ കുറച്ചൊരു പരിഗണന വേണം, കുറച്ചൊരു റെസ്പെക്റ്റ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണമില്ലെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം ഒരു നെഗറ്റീവാണ്, അത്ര പോസിറ്റീവ് അല്ല. എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരോടാണെങ്കിലും നിങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായ രീതിയിൽ സംസാരിക്കുന്നു, കുറച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും. ഇനി നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും അവരെ അവരുടേതായിട്ടുള്ള റീസൺ അവിടെ കണ്ടെത്തും. ഇനി ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലെങ്കിൽ പോലും, അതിൻ്റെ ഒരു കാര്യമില്ലെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നു. അതുപോലെ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലായിരിക്കത്തില്ല അവർ നമ്മളോട് പെരുമാറുന്നതും നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്നതും. ഇനി നമ്മുടെ ഉള്ള എനർജിയെയും അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസിനെയൊക്കെ ഒന്ന് കുറയ്ക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പെർഫോമൻസ്. അപ്പം ഞാനിവിടെ പറയുന്നത്, ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായി, അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാത്തതോ റെസ്പെക്റ്റ് ചെയ്യാത്തതായിട്ടുള്ള കാര്യമല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഈ വ്യക്തിയോട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റി ആ പഴയ ആറ്റിറ്റ്യൂഡ് മാറ്റി പുതിയൊരു ആറ്റിറ്റ്യൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം തന്നെയല്ല, ആ വ്യക്തി നിങ്ങളിൽ നെഗറ്റീവായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. ഒരുപക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസം കുറവായിരിക്കും, അതുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് നമ്മൾ മനഃപൂർവ്വം പ്രാധാന്യം കുറച്ച് കാണണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ചിന്തയെ അല്ലെങ്കിൽ അഭിപ്രായത്തെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാത്രമാണ്. അതുപോലെ അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യണം അത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നുകിൽ ആ വ്യക്തിയിൽ എന്തോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യത്തിനകത്ത് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അതല്ലെങ്കിൽ അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം, അവർക്ക് അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം, പെട്ടെന്ന് വന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഒരു വ്യക്തി നെഗറ്റീവായിട്ട് പെരുമാറാം, എല്ലാവരുമല്ല, ചിലർ. അപ്പം രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അവരോട് പിണങ്ങുക, അവരെന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുക, അവരോട് ദേഷ്യം കാണിക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യത്തിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, ആ രീതിയിലുള്ളൊരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ വേണ്ടത്. തന്നെയല്ല, അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനുമല്ല. തന്നെയല്ല, ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ അവരോട് വഴക്കിടരുത്, തർക്കിക്കരുത്, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് നെഗറ്റീവായിട്ട് പറയുകയും ചെയ്യരുത്. ഈ അവസരത്തിൽ ഒരു ശത്രുവായിട്ട് നിങ്ങൾ അവരെ കാണുകയും ചെയ്യരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിക്കും. നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം, നെഗറ്റീവാണെങ്കിൽ ഒരു സ്ഥാനം ഓട്ടോമാറ്റിക്കായിട്ടായി വരും. നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശത്രുവായിട്ട് കാണുന്ന ആളിനെ കുറിച്ചായിരിക്കും നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത്. അത് നമ്മളെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്യും. പകരം നമുക്ക് ആ വ്യക്തിയോടോ ആ വ്യക്തി പറയുന്ന കാര്യത്തിനോടോ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യത്തിനോടോ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ വേണം പെരുമാറാൻ. ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ. ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരോട് സൗഹൃദപരമായിട്ട് സംസാരിക്കേണ്ടി വരും, എന്നാലും ആ സാന്നിധ്യം നിങ്ങളെ ബോറടിപ്പിക്കണം. മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്താൻ നോക്കുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ കാര്യത്തിനകത്ത് നിങ്ങൾ ബിസി ആവാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസവും സന്തോഷവും കിട്ടുന്ന ഏത് സാഹചര്യമാണ്?
ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരണം. നാലാമതായിട്ട് നിങ്ങളുടെ ഹെൽത്ത് മാക്സിമം കൂട്ടാൻ നോക്കുക. നല്ല ഹെൽത്താണ് കോൺഫിഡൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനം. തന്നെയല്ല, ഈ വ്യക്തിയായിട്ട് നിങ്ങൾ സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ മെച്ചപ്പെട്ട ആളാണ് എന്ന് കാണിക്കാനായി പെർഫോം ചെയ്യരുത്. മാത്രമല്ല, നിങ്ങളെ പറ്റിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സ്വയം പുകഴ്ത്തി പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൂട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്വയം സംസാരിക്കുക. അതും പാടില്ല, ഈ വ്യക്തിയോട് പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ആൾക്ക് നിങ്ങളോടൊരു മനോഭാവം ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നിങ്ങളിലുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരിൽ കൂടി ആണെങ്കിലും അതറിയുന്നുണ്ട്. ഇവിടെ അവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം കൂടും. പ്രത്യേകിച്ച് നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നിങ്ങളുടെ ഏതോ ഒരു സാഹചര്യം, അതിനോടുള്ള അസൂയ കൊണ്ട് ഒരു വ്യക്തി നിങ്ങളോട് നെഗറ്റീവായിട്ട് പെരുമാറാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വാല്യൂ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഒരാളിൻ്റെ സമയം, അതുപോലെ അവരുടെ സാന്നിധ്യം. ഈ 2 കാര്യങ്ങളും അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തന്നെയല്ല, അവരെ ചേസ് ചെയ്യുക, അവരോട് മത്സരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒഴിവാക്കണം. ഞാനിവിടെ പറഞ്ഞത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട് നിങ്ങളിൽ സംഭവിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല. അങ്ങനെയുള്ളവരെപ്പോഴും നിങ്ങളോട് വളരെ പേഴ്സണലായിട്ടായിരിക്കും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവാകുന്ന ഒരു കാര്യവും അവരെടുത്തിടത്തില്ല. തന്നെയല്ല, നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യവും നിങ്ങളോട് ചോദിക്കത്തുമില്ല. ചുരുക്കി പറഞ്ഞാൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസി ലൈഫ് ഉണ്ടല്ലോ, അതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.